ലോകം ഉറ്റുനോക്കുന്ന നയതന്ത്ര നീക്കങ്ങൾക്കാണ് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റ് സാക്ഷ്യം വഹിക്കുന്നത്. പതിറ്റാണ്ടുകളായി ശത്രുതയിൽ കഴിയുന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ ചർച്ചകൾ പുനരാരംഭിച്ചത് മിഡിൽ ഈസ്റ്റിൽ പുതിയ പ്രതീക്ഷകൾക്കും ഒപ്പം ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ്. യുദ്ധത്തിന്റെയും ഉപരോധങ്ങളുടെയും നിഴലിൽ നിൽക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളെ ഒരു മേശയ്ക്ക് ചുറ്റും എത്തിക്കാൻ ഒമാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളും നിർണായകമാണ്. എന്നാൽ ഈ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഹോർമുസ് കടലിടുക്കിലെ സൈനിക നീക്കങ്ങളും ഇസ്രയേലിന്റെ രാഷ്ട്രീയ ഇടപെടലുകളും മേഖലയെ വീണ്ടും ഒരു യുദ്ധമുനയിലേക്ക് തള്ളിവിടുന്നു. ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ആതിഥേയത്വത്തിൽ നടന്ന ചർച്ചകൾ ഇറാൻ അമേരിക്ക ബന്ധത്തിൽ പുതിയൊരു വഴിത്തിരിവാണ്. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ അലി ലാരിജാനിയുടെ ഒമാൻ സന്ദർശനം ഈ ചർച്ചകളുടെ ഗൗരവം വർദ്ധിപ്പിച്ചു. 2015 ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയതിനു ശേഷം ഇറാൻ നേരിടുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളാണ് ചർച്ചയിലെ പ്രധാന വിഷയം. ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കുന്നതിന് പകരമായി ആണവ പദ്ധതികളിൽ എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകും എന്നതാണ് പ്രധാന ചോദ്യം. ഇരു രാജ്യങ്ങളും നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഒമാൻ പ്രതിനിധികൾ വഴിയാണ് വിവരങ്ങൾ കൈമാറുന്നത്. മേഖലയിലെ എല്ലാ രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു സന്തുലിത കരാറാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മസ്കറ്റിൽ നടക്കുന്ന ചർച്ചകളെ ഏറെ ആശങ്കയോടെയാണ് ഇസ്രയേൽ കാണുന്നത്. ഇറാനുമായുള്ള ഏതൊരു മൃദുവായ കരാറും തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ ഇറാന്റെ മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താനാണ് നെതന്യാഹു ആഗ്രഹിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് അദ്ദേഹം യുഎസിലേക്ക് യാത്ര തിരിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കുക, ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതികവിദ്യ ഉപേക്ഷിക്കുക, ലബനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾക്ക് നൽകുന്ന പിന്തുണ പിൻവലിക്കുക എന്നിവയാണ് ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ. ഈ വിഷയങ്ങൾ കൂടി കരാറിൽ ഉൾപ്പെടുത്താൻ ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം. നയതന്ത്രം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ കടലിൽ യുദ്ധകാഹളം മുഴങ്ങുകയാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ കലുഷിതമാണ്. ഇറാൻ സേന ചെറുബോട്ടുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് US പതാകയുള്ളതും അല്ലാത്തതുമായ വാണിജ്യ കപ്പലുകളെ തടയാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് രാജ്യാന്തര വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിക്കാൻ കാരണമായേക്കാം. അമേരിക്കൻ കപ്പലുകൾ ഇറാൻ തീരത്തു നിന്ന് മാറി ഒമാൻ തീരത്തോട് ചേർന്ന് സഞ്ചരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാൻ സേന കപ്പലിൽ കയറിയാൽ ജീവനക്കാർ ആയുധം ഉപയോഗിച്ച് പ്രതിരോധിക്കരുത് എന്ന നിർദ്ദേശം സംഘർഷം വഷളാകാതിരിക്കാനുള്ള മുൻകരുതലാണ്. എന്നാൽ ഇത് ഇറാന് മേൽ സൈനിക നടപടിക്കുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. ഇറാൻ ഇസ്രയേൽ സംഘർഷം കേവലം രാഷ്ട്രീയമായ ഒന്നല്ല, അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്ന ഒന്നാണ്. ഹോർമുസ് കടലിടുക്കിൽ തടസ്സമുണ്ടായാൽ ആഗോള എണ്ണ വിതരണം നിലയ്ക്കുകയും ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്യും. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങളെ സാരമായി ബാധിക്കും. യുദ്ധമുണ്ടാകുമെന്ന ഭീതി നിക്ഷേപകരെ വിപണിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ഇത് സ്വർണ്ണവില വർദ്ധിപ്പിക്കാനും ഓഹരി വിപണി തകരാനും കാരണമാകുന്നു. ജാരദ് കുഷ്നർ, സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരെ ജെറുസലേമിലേക്ക് അയച്ചതിലൂടെ ട്രംപ് തന്റെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെ സാമ്പത്തികമായി തളർത്തിക്കൊണ്ട് ഇസ്രയേലിന് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്ന നയമാകും ട്രംപ് ഭരണകൂടം സ്വീകരിക്കുക. എന്നാൽ ചർച്ചകളിലൂടെ ഇറാനെ ഒരു പുതിയ കരാറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ ചർച്ചകൾ വിജയിക്കുന്നതിന് മുന്നിൽ വലിയ തടസ്സങ്ങളുമുണ്ട്. ഉപരോധം പൂർണ്ണമായി നീക്കാതെ തങ്ങളുടെ സുരക്ഷാ കവചമായ മിസൈൽ പദ്ധതികളിൽ മാറ്റം വരുത്താൻ ഇറാൻ തയ്യാറല്ല. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക നീക്കം നടത്തുമെന്ന ഭീഷണി ഇസ്രയേൽ നിലനിർത്തുന്നു. മിഡിൽ ഈസ്റ്റ് ഒരു നിർണായക സന്ധിയിലാണ്. ഒമാൻ ഉയർത്തുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്ക് ഹോർമുസ് കടലിടുക്കിലെ പടക്കപ്പലുകളെ അതിജീവിക്കാൻ കഴിയുമോ എന്നതാണ് വരും മാസങ്ങൾ തെളിയിക്കേണ്ടത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു സന്തുലിത കരാർ മാത്രമാണ് മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഏക പോംവഴി. എന്നാൽ ഇതിനിടയിൽ ഇസ്രയേലിന്റെ താൽപര്യങ്ങളും ട്രംപിന്റെ പുതിയ നയങ്ങളും ഈ നയതന്ത്ര ചതുരംഗക്കളത്തിലെ നീക്കങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ചർച്ചകൾ പരാജയപ്പെടുന്നത് ലോകത്തിന് തന്നെ താങ്ങാനാവാത്ത സാമ്പത്തിക സുരക്ഷാ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കും. വരാനിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്നത് ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം തുടർന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പെട്രോൾ ഡീസൽ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ നിബന്ധനകൾ അംഗീകരിച്ച് ഇറാൻ ഒരു പുതിയ കരാറിൽ ഒപ്പിടുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇറാനുമായും ഇസ്രയേലുമായും നല്ല ബന്ധമുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ സമാധാനം പ്രവാസികളുടെ സുരക്ഷയ്ക്കും ഊർജ്ജ ആവശ്യങ്ങൾക്കും പ്രധാനമാണ്. വർഷങ്ങളായുള്ള ഉപരോധം കാരണം ഇറാന്റെ സമ്പദ്വ്യവസ്ഥ തകർന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ എണ്ണ കയറ്റുമതി പുനരാരംഭിക്കാനും വിദേശ നാണ്യം ലഭ്യമാക്കാനും അവർക്ക് ഈ ചർച്ചകൾ അനിവാര്യമാണ്. ആണവ വിഷയത്തിൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഇറാൻ തയ്യാറായേക്കാം. എന്നാൽ തങ്ങളുടെ പ്രതിരോധ കവചമായ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ ഉപേക്ഷിക്കാൻ അവർക്ക് എളുപ്പമാകില്ല.